Hello my dear friends, welcome to my YouTube channel Haru and Tanu. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തീയലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചെറിയുള്ളിയും തക്കാളിയും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള തീയൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉള്ളി വഴുതനങ്ങയും തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് തീയൽ ഉണ്ടാക്കണം. മുരിങ്ങക്കായ ഇല്ല. നമ്മൾ ഉള്ളി മാത്രമായിട്ടും തീയൽ ഉണ്ടാക്കാം അല്ലേ? ഉള്ളി വറുത്തിട്ട്. പക്ഷെ നമ്മളിന്ന് വഴുതനങ്ങയും തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ വഴുതനങ്ങ എന്തിനാ വെള്ളത്തിലിട്ട് വെച്ചാണ്? കറ പോവാൻ. നിറം മാറാൻ. ഓക്കെ. ഒരു തേങ്ങ, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തേങ്ങ ചിരണ്ടിയത്, പിന്നെ 5 or 6 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, ഇതൊക്കെ കൂടെ നമ്മൾ വറക്കാൻ പോവുക അല്ലേ? കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും, 3 പച്ചമുളകുണ്ട്, അതും കൂടി ചേർക്കാം. നന്നായിട്ട് വറുത്തെടുക്കണോ? ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ചെറിയുള്ളി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ കടായിൽ നമുക്ക് തേങ്ങ വറക്കാം. തേങ്ങയും മല്ലിയും വറ്റൽമുളകും കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. തേങ്ങയുടെ നിറം മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ല ബ്രൗൺ ആയിട്ട് വേണം. വെളിച്ചെണ്ണ ഒഴിക്കണോ? തിരികടെ വെളിച്ചെണ്ണ ഒഴിക്കണോ? വെളിച്ചെണ്ണ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ? തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചീനച്ചട്ടിയിൽ നിന്ന് കുറച്ച് ഒന്ന് ബ്രൗൺ ആകും, കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആകും, ഒന്ന് മൂത്ത് വരും. എന്നിട്ട് നമുക്ക് ഇത് തണുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം. തക്കാളി വഴുതനങ്ങയും നമുക്കൊരു പാനിലിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം, കഷ്ണങ്ങൾക്കൊക്കെ ഉപ്പ് പിടിക്കാനായിട്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി. തക്കാളിയും വഴുതനങ്ങയും വേകുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂട് കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതൊരു വാസന വരുന്നുണ്ട് തേങ്ങ മൂത്തിട്ടുള്ള. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാം. നമ്മൾ നേരത്തെ ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്, പച്ചമുളകുണ്ട്, ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ തേങ്ങ വറുത്തതിന് ശേഷം ഇതിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് ഉണ്ട്. അതാണ് കേട്ടോ പാകം. ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം.
കണ്ടോ, നന്നായിട്ട് അരയണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് ഇതുപോലെ അരച്ചെടുക്കണം. പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുറച്ചു നേരം ഇങ്ങനെ പുളി ചേർത്ത് തിളച്ചതിന് ശേഷം നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കണം അല്ലേ? ഇതിലേക്ക് ഈ തേങ്ങയിൽ നിന്നുള്ള എണ്ണമയം പുറത്തേക്ക് ഇറങ്ങി വരണം. അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കണം, കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. അടിപൊളി. നന്നായിട്ടല്ലേ? കുറച്ച് നേരം കഴിയുമ്പോൾ അതിലെ എണ്ണമയമൊക്കെ പൊങ്ങി വന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തീയൽ റെഡിയാവും. മീൻകറി ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേർക്കുന്ന പുളിക്ക് നല്ലൊരു നിറം ഉണ്ടെങ്കിൽ നമ്മുടെ തീയൽ കുറച്ചും കൂടി ഡാർക്കായിരിക്കും. തീയൽ കുറച്ച് നേരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കടുക് വറുത്തിടാം. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്. കടുക് പൊട്ടിയതിന് ശേഷം 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. നമുക്ക് തീയലിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉഗ്രൻ